ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു എഗ് ലോലിപോപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത് തയ്യാറാക്കിയാൽ ചൂട് ചായക്കൊപ്പം ഇത് മാത്രം മതി. അപ്പം ഇത്ര ടേസ്റ്റോട് കൂടി എങ്ങനെയാണ് ഈ എഗ് ലോലിപോപ്പ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഇതാ ഒരു കൈപ്പിടി നിറച്ചും മല്ലിയില കട്ട് ചെയ്തതും അതുപോലെ തന്നെ 1.5 സവാള കട്ട് ചെയ്തതും ഇഞ്ചിയും വെളുത്തുള്ളിയും ഓരോ കഷ്ണം ചെറിയ കഷ്ണം മതി കേട്ടോ. പിന്നെ ഇതാ എരിവിന് ആവശ്യമായ പച്ചമുളകും കറിവേപ്പിലയും കൂടി ചോപ്പറിൽ നല്ലതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ 3 മുട്ട നല്ലതുപോലെ പുഴുങ്ങിയതിന് ശേഷം അതിൻ്റെ തോടൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പുഴുങ്ങി വെച്ച മുട്ട നല്ലതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ചെറുതായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോഴാണ് ഈ ലോലിപോപ്പിന് നല്ല ടേസ്റ്റായിട്ടുണ്ടാവുള്ളൂ. ഇത് ഇങ്ങനെ തയ്യാറാക്കിയാൽ നല്ല രുചിയാണ് കേട്ടോ. നമുക്ക് ഈ മല്ലിയിലേൻ്റെ ആ ടേസ്റ്റൊക്കെ ഈ മുട്ടയിലേക്ക് നല്ലതുപോലെ പിടിച്ച് നമുക്ക് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല രുചിയോട് കൂടി തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും. ഞാനിവിടെ എഗ്ഗിൻ്റെ വെള്ളയും അതുപോലെ തന്നെ മഞ്ഞയും ഒന്നിച്ചാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ 3 മുട്ടയും ഇതുപോലെ തന്നെ വളരെ ചെറുതായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊന്നും അധികം കൂടരുത്, ചെറിയ കഷ്ണം മാത്രം മതി. 3 മുട്ടയ്ക്ക് 1.5 സവാളയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ മുട്ടയൊക്കെ ഞാനിവിടെ നിന്ന് നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി, മല്ലിയില, അതുപോലെ തന്നെ കറിവേപ്പില ഇത്രയും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് നമുക്ക് വലിയൊരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ കയ്യിൽ ഏത് അരിപ്പൊടിയാണോ ഉള്ളത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, അതായത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമായത് 1/4 ടീസ്പൂൺ മുളക് പൊടി തന്നെ, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ നമുക്ക് ഗരം മസാല പൊടിച്ചതുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഗരം മസാലയും പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ ഇതിലേക്ക് ഒരു മുട്ടയും കൂടെ നമുക്ക് പൊട്ടിച്ച് വയ്ക്കാം. ഞാനിവിടെ മുട്ടയൊന്നും ചേർക്കുന്നില്ല, ഇത്രയും മാത്രമാണ് ചേർക്കുന്നത്. ഇത് നല്ലതുപോലെ കൈകൊണ്ട് ഇങ്ങനെ കുഴച്ച് എടുക്കണം. നമ്മുടെ ആ മുട്ടയും മല്ലിച്ചപ്പും ഉള്ളിയും എല്ലാം പൊടികളൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലതുപോലെ കൈകൊണ്ട് തന്നെ ഇതേപോലെ കുഴച്ചെടുക്കണം. കൈകൊണ്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കൊരു വലിയൊരു നെല്ലിക്കാൻ്റെ വലിപ്പത്തിൽ നമുക്കിതേപോലെ ബൗളിലേക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു പരുവത്തിൽ നമുക്ക് ആക്കിയെടുക്കാം. ഇതേപോലെ നമുക്ക് എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ ഓരോന്നായിട്ട് അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ അരിപ്പൊടി ചേർക്കുന്നത് നമുക്ക് ഈ മുട്ടയും ഉള്ളിയും കൂടെയൊക്കെ ചേർക്കുമ്പോൾ ചെറുതായിട്ടൊരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഇതേപോലെ ബൗളാക്കി എടുക്കാൻ വേണ്ടി പറ്റത്തില്ല. അതിൻ്റെ പേരിലാണ് ഇതിലേക്ക് അരിപ്പൊടി ചേർക്കുന്നത്. അരിപ്പൊടി ഓവർ ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 1 ടേബിൾ സ്പൂണിൽ കൂടുതൽ ആവാനേ പാടില്ല. ഓവറായിട്ട് അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഉള്ളിൽ ആ ഒരു പൊടീൻ്റെ ആ ഒരു ഇതിങ്ങനെ കടിക്കും. അതുകൊണ്ട് നമ്മൾ അധികം ചേർക്കാതെ 1 ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് പോലെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് നമുക്ക് കൂട്ടാവുന്നതാണ്. അപ്പോൾ ഇതാ ഞാനിവിടെ എല്ലാം ഇതുപോലെ ഒന്ന് ബൗളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത്രയും ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ളതിന് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഇത്രയും ഞാനിവിടെ ബൗളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് പൊടിയാണ്. ഞാനിവിടെ കുറച്ച് ബ്രെഡ് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. നമുക്കിത് ബ്രെഡ് പൊടിയും വേണം. അടുത്തതായിട്ട് ഒരു മുട്ട ഞാനിവിടെ ഒന്ന് പൊട്ടിച്ച് എടുക്കുന്നുണ്ട്. നമുക്ക് മുട്ട ഇല്ലെങ്കിൽ മൈദ ഇതേപോലെ ലൂസാക്കിയിട്ടൊന്ന് കലക്കിയെടുത്താലും മതി. പക്ഷേ മുട്ടയിൽ ഇതാക്കുമ്പോഴാണ് ഒന്നും കൂടെ ടേസ്റ്റ് ആവുന്നത്. ഇത് മുട്ട പൊട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. എനിക്കിവിടെ കുറച്ചൊരു എരിവോട് കൂടി വേണം, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചേർക്കുന്നത്. ഇനിയിപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മുട്ട നല്ലതുപോലെ ഒന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഈ ഓരോ ബൗളും നമ്മൾ ഈ മുട്ടയുടെ മിക്സിൽ മുക്കിയതിന് ശേഷം നമ്മൾ ബ്രെഡ് പൊടിയിൽ കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഓരോ ബൗളും ഞാൻ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുട്ടേൻ്റെ മിക്സിലേക്ക് ചേർത്തു. അതിനുശേഷം നമ്മൾ ഇതേപോലെ ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ബ്രെഡ് പൊടിയിലേക്ക് നമ്മുടെ നനഞ്ഞ കൈ കൊണ്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്യരുത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വേഗത്തിൽ ബ്രെഡ് പൊടി നാശമായിപ്പോകും. അങ്ങനെ കട്ട പിടിച്ച് പോയാൽ നല്ല വൃത്തിയോട് കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കിട്ടത്തില്ല. അപ്പോൾ ഇതേപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചതിന് ശേഷം ബ്രെഡ് പൊടി ആ മുട്ടയിൽ നമ്മുടെ ഈ മിക്സിലേക്ക് കോരി ഇങ്ങനെ മുകളിലേക്ക് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്താൽ ബ്രെഡ് പൊടി അധികം വേസ്റ്റായി പോവത്തില്ല. അപ്പോൾ എല്ലാ ബൗൾസും ഞാൻ ഇതുപോലെ തന്നെ ഇവിടെ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ബൗൾസും ഞാൻ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ആക്കി എടുക്കണം.
അതിനായിട്ട് ഞാനിവിടെ ഇതൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം വേണം നമ്മൾ ഈ ബോൾസ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ബ്രെഡ് പൊടി ആയതുകൊണ്ട് തന്നെ ഓവർ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്രെഡ് പൊടി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, ഉൾഭാഗം വേവാതെ ആയിപ്പോവും. അതുകൊണ്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാകുമ്പോൾ ഉൾഭാഗവും പുറംഭാഗവും ഒരേപോലെ കറക്റ്റായിട്ട് നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഞാനിവിടെ ചെറിയ പാത്രം ആയതുകൊണ്ട് തന്നെ 3 വെച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വലിയ പാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കൂടി ഒന്നിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒട്ടും എണ്ണയൊന്നും കുടിക്കാത്ത നല്ല കറക്റ്റായിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണിത്. കാരണം നമ്മൾ കാണുമ്പോൾ വിചാരിക്കും വളരെ എണ്ണയൊക്കെ കുടിക്കുമെന്ന്, പക്ഷേ ഒട്ടും എണ്ണയൊന്നും കുടിക്കാതെ നല്ല ക്രിസ്പിനെസ്സോട് കൂടി തന്നെ നമുക്ക് ഈ സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാ ഞാനിവിടെ ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോഴാണ് ഈ എഗ് ലോലിപോപ്പ് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. വേഗത്തിൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ വേഗത്തിൽ കരിഞ്ഞു പോകും. അപ്പോൾ കാണാനും അതുപോലെ തന്നെ കഴിക്കാനൊന്നും ടേസ്റ്റ് ഉണ്ടാവത്തില്ല. ഇപ്പോൾ ഇതാ ഏകദേശം നമ്മുടെ ഈ എഗ് ലോലിപോപ്പ് ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടോ നല്ല ക്രിസ്മസോട് കൂടി തന്നെയാണുള്ളത്. ഒട്ടും കരിഞ്ഞൊന്നും പോയിട്ടില്ല, എന്നാൽ ഉൾഭാഗവും കറക്റ്റായിട്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിവിടെ എല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടെന്ന്. നല്ല ക്രിസ്പിനെസ്സോട് കൂടിയിട്ടുള്ള ഈ സ്നാക്ക് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് വേണമെങ്കിൽ ചെറിയൊരു ടൂത്ത് പിക്കൊക്കെ ഇങ്ങനെ വേണേൽ കുത്തി കൊടുക്കാം. ഞാനിവിടെ സാധാരണ നമ്മുടെ തെങ്ങിൽ നിന്ന് എടുക്കുന്ന പച്ച ഓലേൻ്റെ ഈർക്കലിയാണ് ഞാനിവിടെ കുത്തി കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ടൂത്ത് പിക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കുത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ എഗ് ലോലിപോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ടൊമാറ്റോ സോസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കഴിക്കാം. ഞാനിവിടെ ടൊമാറ്റോ സോസൊന്നും എടുത്തിട്ടില്ല, ഇങ്ങനെ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതും നല്ലൊരു ചൂട് ചായയും കൂടി ഉണ്ടെങ്കിൽ വേറൊന്നും വേണ്ട, അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടും പുറമെ നല്ല ക്രിസ്മസോട് കൂടിയിട്ടുള്ള അടിപൊളി സ്നാക്കാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതാ ഞാനിവിടെ ഇതുപോലെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ തയ്യാറാക്കി നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് അറിയിക്കാൻ നിങ്ങൾ പ്രത്യേകം മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കുക, മറക്കാതെ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇനിയും ഇതുപോലത്തെ നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണുന്നതിനും വരെ ബൈ ഫ്രം അസ്ന യാസ്മിൻ. താങ്ക് യു ഓൾ.